പ്രൈസ് ലോർഡ്. നീ കുറ്റബോധത്തിനകത്ത് ജീവിക്കുന്നവനാണോ? കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ വിഴുപ്പുകളെ ചുമക്കുന്നവനാണോ? ഏതെങ്കിലും ഒരു അനുഭവത്തിനകത്ത് നിന്ന് ഇന്നുവരെയും പുറത്തു വരാൻ കഴിയാതെ ഡിപ്രഷനിൽ കിടക്കുന്നവനാണോ? ഈ വചനം നിനക്കുള്ളതാകുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ നിൻ്റെ മർത്യ ശരീരത്തിന് അവൻ ജീവൻ പ്രദാനം ചെയ്യും. ഞാൻ വായിക്കുന്ന നേരത്തെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാകുന്നു: എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ നോക്കി എനിക്ക് മാർക്കിടുന്ന ഒരു ദൈവമല്ല, എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങൾക്കപ്പുറത്തേക്ക് എന്നെ ഇന്നും എന്നും എന്നേക്കും സ്നേഹിക്കുന്ന ഒരു ദൈവമാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നോക്കാത്ത ഒരു കുറ്റത്തെ നീ കുറ്റബോധത്തിനകത്തിരിക്കരുത്. ദൈവം നോക്കാത്ത ഒരു വിഷയത്തെ നീ നിൻ്റെ തലയുടെ മുകളിൽ എടുത്ത് വെക്കരുത്. ദൈവം നിൻ്റെ കഴിഞ്ഞ പാപങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. കാരണം വചനം പറഞ്ഞിരിക്കുന്നു, ഞാൻ അവരുടെ പാപങ്ങൾ ഒരു കാരണവശാലും ഓർക്കുകയില്ല. കാരണം പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലിയുടെ ആവശ്യമില്ലല്ലോ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ജീവിതത്തിനകത്ത് ഏതെല്ലാം മേഖലയിൽ തെറ്റിപ്പോയിട്ടുണ്ടോ, തെറ്റിയതിനെ കളയുക, ഇനി തെറ്റാതിരിക്കുവാൻ ആ കൃപയിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.